എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും നിരവധി സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയവർ അഡ്മിഷൻ ഫീ അടയ്ക്കാൻ ജൂൺ 12 വരെ. അതൊരു ഡൗട്ടല്ല. ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 വരെ. ഇനിയാണ് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ തുടങ്ങുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ ഫീ അടച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടമാകുമോ? ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ പരിശോധിക്കാം? അടച്ച ഫീ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ എത്തുന്നതാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? 12-ാം തീയതിക്കകം ജൂൺ 12-ാം തീയതിക്കകം ഫീസ് അടയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് മേളിലുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനും ജൂൺ 12 വരെ ടൈമുണ്ട്. അതായത് ഇപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 4 ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ ഫീസ് അടച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടമാകുമോ? സീറ്റ് നഷ്ടമാകും. നിങ്ങളുടെ അഡ്മിഷൻ ലഭിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്കൊരു മാൻഡറ്ററി ഫീസ് ഉണ്ട്. അത് ജനറൽ കാറ്റഗറിക്ക് 990 SC/STക്ക് 925 മാൻഡറ്ററി ഫീസ് എന്ന് പറഞ്ഞാൽ. അതടച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടമാകും. അത് ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് ലഭിച്ചാലും എയ്ഡഡ് ആയാലും പ്രൈവറ്റ് ആയാലും മാൻഡറ്ററി ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ നഷ്ടമാകുന്നതായിരിക്കും. മാൻഡറ്ററി ഫീസ് എന്ന് പറഞ്ഞാൽ സീറ്റ് ബുക്ക് ആക്കുന്നതിനുള്ളൊരു ഫീസാണ്. അത് SC/STക്ക് ജനറൽ കാറ്റഗറിക്ക് 990 SC/STക്ക് 925 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ പരിശോധിക്കാം? UG അഫിലിയേറ്റഡ് കോളേജസ് എന്ന ലിങ്ക് വെബ്സൈറ്റിലുണ്ട്. അത് പ്രവേശിക്കുക. അത് ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോകുമ്പോൾ അഡ്മിഷൻസ് അതിൻ്റെ കോളത്തിൽ PG MD BEd എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ UGയുടെ സെക്ഷൻ എടുക്കുക. UG അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ UG അഫിലിയേറ്റഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓർ ക്ലിക്ക് ചെയ്യാമെന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ കോഴ്സാണോ കൊടുത്തത് നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കൊക്കെ പരിശോധിക്കാം. അടച്ച ഫീ ഡീറ്റെയിൽസ് പ്രൊഫൈലിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടും അടച്ച ഫീ ഡീറ്റെയിൽസ് പ്രൊഫൈലിൽ വന്നില്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിന് ഉണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. യൂണിവേഴ്സിറ്റി അറിയിച്ചു കഴിഞ്ഞാൽ അത് അവർ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് എന്താണ്? അടച്ച ഫീസ് പ്രൊഫൈലിൽ വന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഫീ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ പ്രൊഫൈലിൽ വന്നു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഫീസ് അടച്ചിട്ട് വിദ്യാർത്ഥികൾ വെറും കൈയോടെ പോകാതെ എന്ത് ചെയ്യുക? അടച്ച ഫീസിൻ്റെ റെസീറ്റ് കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ആ ഫീസിൻ്റെ റെസീറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ മാൻഡറ്ററി ഫീ അടയ്ക്കുന്ന ഫീസിൻ്റെ റെസീറ്റ് ഉണ്ട്. ഫിനാൻസ് ഓഫീസർ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ റെസീറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഹാജരാക്കേണ്ടി വരും അപ്പോൾ അഡ്മിഷൻ സമയത്ത്. അതുകൊണ്ട് ആ റെസീറ്റ് കിട്ടിയതിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്ന സംശയം. എല്ലാത്തിനും മറുപടി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ മെയിനായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച അടച്ച ഫീസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ്. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റി അറിയിക്കുക. അവർ നിങ്ങൾക്ക് അവിടുന്ന് ചെയ്തു തരും. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയൊരു ഇടമേ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് അടച്ച ഫീസിൻ്റെ റെസീറ്റ് കയ്യിൽ കിട്ടി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് Career4Tech, the career guide, and thanks for watching.